സ്വന്തം ചെയ്തികൾ കൊണ്ട് ലോകം വെറുത്തിരുന്ന നിരവധി നേതാക്കളെ നമുക്കറിയാം. അതിലാരാണ് മുന്നിലുള്ളത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേയുള്ളൂ. കൊച്ചുകുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് കടിച്ചു പറിച്ചു തിന്നുന്ന, ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്ക് അയച്ച നയതന്ത്ര പ്രതിനിധികളെ വലിയ ചെമ്പിലിട്ട് പുഴുങ്ങി തിന്ന ഭരണാധികാരി. ഉഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി. അതാണ് ഈദി അമീൻ എന്ന വ്യക്തി. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിവിലിയൻ ഗവൺമെന്റിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയാണ് 1971 ഈദി അമീൻ എന്ന സൈനിക മേധാവി ഉഗാണ്ടയുടെ ഭരണം പിടിച്ചെടുത്തത്. ഏകദേശം 3 ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന 8 വർഷം നീണ്ട നിഷ്ഠൂര ഭരണത്തിന്റെ തുടക്കമായിരുന്നു അത്. 6 അടി 4 ഇഞ്ച് ഉയരവും അതിന് വേണ്ടതിലേറെ വണ്ണവുമുള്ള ഭീമാകാരമായ രൂപമായിരുന്നു ഈദി അമീൻ്റേത്. വടക്കു പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കോബോക്കോവിൽ ഒരു കാക്വ പിതാവിൻ്റെയും ലുഗ്ബറ മാതാവിൻ്റെയും പുത്രനായി 1925 ഈദി അമീൻ ദാദ പിറന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ അമീൻ 1946 ബ്രിട്ടീഷ് കോളനി പട്ടാളത്തിൻ്റെ ഒരു റെജിമെൻ്റായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ചേരുകയും അതിവേഗം സ്ഥാനക്കയറ്റങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. 1959 ഒരു കറുത്ത ആഫ്രിക്കക്കാരന് നേടാവുന്ന പരമോന്നത പദവിയായ FND സ്ഥാനത്തെത്തിയ അദ്ദേഹം തുടർന്ന് 1964 സൈനിക ശക്തികളുടെ കമാൻഡറായും നിയമിക്കപ്പെട്ടു. 70 വർഷത്തിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം 1962 ഒക്ടോബർ 9 ഉഗാണ്ട സ്വതന്ത്രമാവുകയും മിൽട്ടൺ ഒബോട്ടോ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ വലിപ്പവും അധികാരവും വർദ്ധിപ്പിക്കുന്നതിന് നിർണായക സംഭാവനകൾ നൽകിയ അമീനുമായി സന്ധിയിലാവാൻ ഒബോട്ടോ 1964 നിർബന്ധിതനാവുകയായിരുന്നു. ഏതാനും വർഷങ്ങൾക്കും ശേഷം തിരിച്ചറിയപ്പെടാത്ത 2 പരാജയപ്പെട്ട വധശ്രമങ്ങൾക്ക് ശേഷം അമീനിൽ സംശയം തോന്നിയ ഒബോട്ടോ ഒരു കോമൺവെൽത്ത് സർക്കാർ തലവന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. 1971 ജനുവരി 25 ഒബോട്ടോയുടെ അസാന്നിധ്യത്തിൽ അമീൻ തിരിച്ചടിക്കുകയും പട്ടാള അട്ടിമറിയിലൂടെ സർക്കാരിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. രാജ്യം വിട്ട് പലായനം ചെയ്യാൻ ഒബോട്ടോ നിർബന്ധിതനാവുകയായിരുന്നു. ഇതോടെ ലോകത്തിന് അയാളെ ഭയമായിരുന്നുവെന്ന് വേണം പറയാൻ. അയാളുടെ പക്കൽ രാസായുധങ്ങളോ ആണവായുധങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നത് അയാളെ ഭീഷണി കുറഞ്ഞ ഭരണാധികാരിയായി കണക്കാക്കാനുമാവില്ലായിരുന്നു. അയാളോട് വിയോജിപ്പ് പറഞ്ഞവരുടെ മൃതദേഹങ്ങൾ വെട്ടും കുത്തും വെടിയുമേറ്റ് ചീർത്ത് ചീഞ്ഞ് നെൽനദിയിലൂടെ ഒഴുകി നടന്നു. തൻ്റെ അടിച്ചമർത്തൽ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷം പൗരന്മാരുടെ കൊലപാതകത്തിന് അമീൻ ഉത്തരവാദിയാണ്. അയാളിൽ നിന്നും രക്ഷപ്പെടുക ആർക്കും എളുപ്പമല്ലായിരുന്നു. രാജ്യത്തിൻ്റെ സർവാധികാരിയും സേനാധിപതിയുമായിരിക്കുമ്പോഴും സ്വന്തം നിഴലിനെ വരെ അയാൾ ഭയന്നിരുന്നു. സ്വന്തം കക്വ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വിശ്വസ്തരായ, ഭൂമിയിൽ തന്നോട് മാത്രം കൂറുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സൈനികരെ മാത്രമാണ് കൊട്ടാരത്തിലും ചുറ്റുമായി കാവലിന് നിർത്തിയിരുന്നത്. ഉറങ്ങുമ്പോൾ പോലും പട്ടാളവേഷം അഴിക്കാൻ മടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ഭരണാധികാരി എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ സാക്ഷ്യമാണ് ഈദി അമീൻ നൽകിയത്. 1979 ഉഗാണ്ടയിൽ നിന്നും പലായനം ചെയ്തവരും ടാൻസാനിയക്കാരും ചേർന്ന് തലസ്ഥാനമായ കമ്പാലയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ തൻ്റെ നിഷ്ഠൂര ഭരണം അവസാനിപ്പിക്കാനും രാജ്യത്തു നിന്നും ഓടിപ്പോകാനും അമീൻ നിർബന്ധിതനായി. എന്നാൽ തൻ്റെ ഹീനമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അദ്ദേഹം ഒരിക്കലും വിചാരണയ്ക്ക് വിധേയനായിരുന്നില്ല. 2003 അന്തരിക്കുന്നതുവരെ അദ്ദേഹം സൗദി അറേബ്യയിലാണ് ജീവിച്ചു പോന്നിരുന്നത്. 1971 ജനുവരി 25 പ്രധാനമന്ത്രി ഒബോട്ടോ സിംഗപ്പൂരിൽ കോമൺവെൽത്ത് ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയ തക്കം നോക്കി അമീൻ ഉഗാണ്ടയുടെ പരമാധികാരം പിടിച്ചടക്കിയതോടെ പകരം വയ്ക്കാനില്ലാത്ത ക്രൂരതയുടെ നാളുകളായിരുന്നു അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഒബോട്ടോയുടെ അനുയായികളെ മുഴുവൻ കൊന്നൊടുക്കുകയും നിരത്തുകളിൽ നദികളിലും ശവങ്ങൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ക്രൂരതകൾ അവിടം കൊണ്ടും തീർന്നില്ല. ബ്രിട്ടനോടുള്ള വിരോധം കൊണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ ഉഗാണ്ടയിൽ ജോലി ചെയ്തിരുന്ന ഏഷ്യൻ വംശജരെ മുഴുവൻ നാടുകടത്തി. അതുപോലെ അയൽരാജ്യമായ ടാൻസാനിയയെ ആക്രമിക്കുവാൻ ഇസ്രായേലിനോട് ഇയാൾ പടക്കോപ്പുകൾ ആവശ്യപ്പെടുകയുമുണ്ടായി. അത് കിട്ടാത്ത ദേഷ്യത്തിൽ രാജ്യത്തെ മുഴുവൻ ഇസ്രായേലി ഡിപ്ലോമാറ്റുകളെയും നാടുകടത്തുകയും ചെയ്തു. 1976 ഇസ്രായേലിൽ നിന്നും 240 യാത്രക്കാരുമായി പറന്ന ഫ്രഞ്ച് വിമാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന സംഘടനയിലെ തീവ്രവാദികൾ റാഞ്ചി ഉഗാണ്ടയിലെ എൻഡബി വിമാനത്താവളത്തിൽ എത്തിക്കുകയുണ്ടായി. പക്ഷേ ഉഗാണ്ടൻ പ്രസിഡന്റ് ആയിരുന്ന ഈദി അമീൻ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ആകുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലി സൈന്യം തടവിലിട്ടിരിക്കുന്ന 53 പലസ്തീൻ തീവ്രവാദികളെ മോചിപ്പിക്കണം എന്നതായിരുന്നു ഈ വിമാനം റാഞ്ചിയ തീവ്രവാദികളുടെ ഡിമാൻഡ്. എന്നാൽ ഇസ്രായേൽ സൈന്യം വളരെ ആസൂത്രിതമായി ആ എയർപോർട്ടിൽ എത്തി തീവ്രവാദികളെ കീഴ്പ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് അഥവാ ഓപ്പറേഷൻ എൻഡബി എന്നറിയപ്പെടുന്നത്. ഈ ഒരു സംഭവം ഈദി അമീന് ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയതായിരുന്നു. 1979 ഈദി അമീനെ സൈനിക അട്ടിമറി ഉണ്ടാവുകയും ചെയ്തു. വിമതസേന ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാല കീഴടക്കി. അതോടെ ഈദി അമീൻ ഒരു ഹെലികോപ്റ്ററിൽ ലിബിയയിലേക്ക് കടന്നു കളയുകയായിരുന്നു. ശേഷം അവിടെ നിന്ന് സൗദിയിലേക്കും കടന്നു.
കർശന ഉപാധിയിന്മേൽ സൗദി അമീന് അഭയം കൊടുത്തു. അങ്ങനെ ശിഷ്ടകാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സൗദിയിൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലിന് വിപരീതമായിരുന്നു ഈദി അമീൻ്റെ വിധി. അവിടെ 3 പതിറ്റാണ്ടോളം സുഖലോലുപനായിട്ടായിരുന്നു അയാൾ കഴിഞ്ഞിരുന്നത്. ഒടുവിൽ 2003 ജൂലൈ മാസത്തിൽ ജിദ്ദയിലെ ആശുപത്രിയിൽ വെച്ച് തൻ്റെ 77ാമത്തെ വയസ്സിൽ 2 കിഡ്നിയും തകരാറിലായി അയാൾ മരണപ്പെട്ടു. ഉഗാണ്ടയിൽ ഇപ്പോഴും ഏകാധിപത്യം തന്നെയാണ്. ഒരു വ്യാഴവട്ടക്കാലമായി യാവേരി മുസേവിനി എന്ന ഭരണാധികാരി ഉഗാണ്ടയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈദി അമീൻ കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലറകൾ ഇന്ന് ഡാർക്ക് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ഈദി അമീനെക്കുറിച്ച് നരഭോജി എന്നൊരു വാദം കേട്ടിട്ടുണ്ടെങ്കിലും അതിലെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് സംശയം ഉളവാക്കിയിട്ടുണ്ട്. കാരണം ആ ആരോപണത്തിന് കാരണമായത് ഒരു മീഡിയയുടെ ഇൻ്റർവ്യൂവിൽ താങ്കൾ മനുഷ്യമാംസം ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ അമീൻ പറഞ്ഞ മറുപടിയാണ്. അതിന് അമീൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: മനുഷ്യമാംസത്തിന് ഉപ്പ് കൂടുതലാണ്, എനിക്ക് ഉപ്പ് അധികം ഇഷ്ടമല്ല എന്നായിരുന്നു. അത് തിരിച്ച് ഒരു കൗണ്ടർ അടിച്ചതാണോ എന്നറിയില്ല, എങ്കിലും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. മനുഷ്യമാംസം രുചിച്ചിട്ടുള്ളവർക്കേ ഉപ്പ് ആണെന്ന് അറിയാൻ പറ്റൂ. അതിലെ ശരിയും തെറ്റും എന്തുതന്നെയായാലും ഹിറ്റ്ലർ, മുസോളിനി എന്നീ പേരുകൾക്കൊപ്പം ചേർത്ത് വെക്കേണ്ട പേരായിരുന്നു ഈദി അമീൻ്റേത്.